Good morning, students. Welcome to this video. Next, output RMS value. RMS value is the effective value of voltage across load. നമുക്ക് ആ ലോഡ് റെസിസ്റ്ററിൽ കിട്ടുന്ന വോൾട്ടേജിന്റെ ഇഫക്റ്റീവ് വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് RMS വാല്യൂ. ഇത് സാധാരണഗതിയിൽ ഈ RMS വാല്യൂവും അതുപോലെ തന്നെ റിപ്പിൾ ഫാക്ടറിന്റെ ഒക്കെ ഡെറിവേഷനാണ് നമ്മൾ ഒരു ഹയർ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, എഞ്ചിനീയറിംഗ് ലെവലായാലും അതുപോലെ BSc ലെവലായാലും ഒക്കെ ഇതിന്റെ ഡെറിവേഷൻ പഠിക്കണം. പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. ഞങ്ങളുടെ സിലബസിൽ റിപ്പിൾ ഫാക്ടർ പറഞ്ഞപ്പോൾ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ ഔട്ട്പുട്ട് RMS വാല്യൂ പറയുന്നത്. ഓക്കെ, അതുപോലെ DC വാല്യൂ പറഞ്ഞത്, VDC IDC ഒക്കെ പറഞ്ഞത്. ഓക്കെ, റിപ്പിൾ ഫാക്ടറിന്റെ കേസ് പറയാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന്റെ ഡെറിവേഷൻ ഒന്നും പഠിക്കണ്ട, ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രം മതി. വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷേ റിപ്പിൾ ഫാക്ടറിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇഫക്റ്റീവ് വാല്യൂ ഓഫ് വോൾട്ടേജ് അക്രോസ് ദ ലോഡ്. നമുക്ക് ലോഡ് റെസിസ്റ്ററിൽ കിട്ടുന്ന വോൾട്ടേജിന്റെ ഇഫക്റ്റീവ് വാല്യൂനെ വിളിക്കുന്ന പേരാണ് RMS വാല്യൂ. ഇറ്റ് ഈസ് ഇഫക്റ്റീവ് വാല്യൂ ഓഫ് വോൾട്ടേജ് അക്രോസ് ദ ലോഡ്. ലോഡ് റെസിസ്റ്ററിൽ കിട്ടുന്ന വോൾട്ടേജിന്റെ ഇഫക്റ്റീവ് വാല്യൂനെ വിളിക്കുന്ന പേരാണ് RMS വാല്യൂ. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കേസിൽ വോൾട്ടേജിന്റെ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ, അതായത് VRMS എന്ന് പറഞ്ഞാൽ VM/2. ഫുൾ വേവ് റെക്ടിഫയറിന്റെ കേസിൽ VM/√2. ശ്രദ്ധിക്കുക, ഇവിടെ ഹാഫ് വേവ് റെക്ടിഫയറിലും ഫുൾ വേവ് റെക്ടിഫയറിലും RMS വാല്യൂ, വോൾട്ടേജിന്റെ RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് വേവ് റെക്ടിഫയറിൽ VRMS എന്ന് പറയുന്നത് VM/2, ഫുൾ വേവ് റെക്ടിഫയറിൽ VM/√2. ഓക്കെ, അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിൽ വോൾട്ടേജിന്റെ RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VM/2, ഫുൾ വേവ് റെക്ടിഫയർ ദാറ്റ് ഈസ് VM/√2. ഓക്കെ, ഇനി അടുത്തത് VM എന്ന് പറഞ്ഞാൽ അവിടെ മാക്സിമം വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിൽ VRMS എന്ന് പറയുന്നത് വോൾട്ടേജിന്റെ RMS വാല്യൂ, അത് VM/2 ആണ്. ഫുൾ വേവ് റെക്ടിഫയറിൽ VM/√2. ഇനി RMS വാല്യൂ ഓഫ് കറണ്ടിന്റെ RMS വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് വേവ് റെക്ടിഫയറിൽ അത് Im/2 ആണ്. ഫുൾ വേവ് റെക്ടിഫയറിൽ അത് Im/√2 ആണ്. ഇവിടെ ഞാൻ ഈ ഫുൾ വേവ് റെക്ടിഫയർ ഉദ്ദേശിക്കുന്നത് സെന്റർ ടാപ്പിനെ ഉദ്ദേശിക്കുന്നുണ്ട്, ബ്രിഡ്ജിനെ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഫുൾ വേവ് റെക്ടിഫയർ എന്ന് സൂചിപ്പിക്കുന്നത് സെന്റർ ടാപ്പും ഉൾപ്പെടും, ബ്രിഡ്ജും ഉൾപ്പെടും. ഓക്കെ, അപ്പോൾ RMS വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് വേവ് റെക്ടിഫയറിൽ IRMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Im/2, ഫുൾ വേവ് റെക്ടിഫയറിൽ Im/√2. Im എന്ന് പറയുന്നത് കറണ്ടിന്റെ മാക്സിമം വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ RMS വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറയുമ്പോൾ ഹാഫ് വേവ് അത് Im/2, ഫുൾ വേവ് അത് Im/√2 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് റിപ്പിൾ ഫാക്ടർ. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, റിപ്പിൾ ഫാക്ടർ. ഓക്കെ, വാട്ട് ഈസ് റിപ്പിൾ ഫാക്ടർ എന്ന് ചോദിക്കാം. ഓക്കെ, a rectifier cannot convert AC into perfect DC. അതായത് ഒരിക്കലും ഒരു റെക്ടിഫയറിന് AC ഫുൾ ആയിട്ട് DC ആക്കാൻ പറ്റില്ല. ഓക്കെ, അതായത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് കിട്ടുന്ന DCയിൽ കുറച്ച് AC കമ്പോണന്റ് കാണും. ദാറ്റ് AC കമ്പോണന്റ് ഈസ് നോൺ ആസ് റിപ്പിൾ. അപ്പോൾ no rectifier can effectively convert AC into perfect DC. അതായത് ഒരു റെക്ടിഫയറിനും AC ഫുൾ ആയിട്ട് DC ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതായത് ഔട്ട്പുട്ട് കിട്ടുന്ന DCയിൽ കുറച്ച് AC കമ്പോണന്റുകളെ കാണും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിപ്പിൾസ്. അൺവാണ്ടഡ് AC കമ്പോണന്റ് പ്രസന്റ് ഇൻ ദി DC ഔട്ട്പുട്ട് ഓഫ് എ റെക്ടിഫയർ ഈസ് നോൺ ആസ് റിപ്പിൾ. റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന DCയിൽ പ്രസന്റ് ആയിരിക്കുന്ന അൺവാണ്ടഡ് AC കമ്പോണന്റിനെ വിളിക്കുന്ന പേരാണ് റിപ്പിൾ. ഓക്കെ, to quantify how well a rectifier converts AC voltage into DC voltage, we use the term ripple factor. അപ്പോൾ എത്ര ഇഫക്റ്റീവ് ആയിട്ടാണ് ഒരു റെക്ടിഫയർ AC DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അത് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരു ടേം ഉപയോഗിക്കും, അതാണ് റിപ്പിൾ ഫാക്ടർ. എത്ര ഇഫക്റ്റീവ് ആയിട്ടാണ്, ഓക്കെ, how well, ഓക്കെ, a rectifier converts AC into DC, we use the term ripple factor. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് റെക്ടിഫയർ AC DC ആക്കുന്നത് അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, അത് സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ
ഉപയോഗിക്കുന്ന ടേമാണ് റിപ്പിൾ ഫാക്ടർ. ഓക്കെ, ഇനി എന്താണ് റിപ്പിൾ ഫാക്ടർ എന്നുള്ള ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. റിപ്പിൾ ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് RMS value of AC component in the output to average or DC component. ശ്രദ്ധിക്കുക, നമ്മൾ ഡിസിയുടെ ആവറേജ് വാല്യൂ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, VDC ഇത്ര എന്നൊക്കെ പഠിച്ചു. റിപ്പിൾ ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ് RMS value of AC component in the output to average or DC component. AC കമ്പോണന്റിന്റെ RMS വാല്യൂ DC കമ്പോണന്റും തമ്മിലുള്ള റേഷ്യോനെ വിളിക്കുന്ന പേരാണ് റിപ്പിൾ ഫാക്ടർ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് RMS വാല്യൂ ഓഫ് AC കമ്പോണന്റ് ഇൻ ദ ഔട്ട്പുട്ട് ടു DC കമ്പോണന്റ്. ഓക്കെ, ഔട്ട്പുട്ടിലുള്ള AC കമ്പോണന്റ് RMS വാല്യൂവും ഔട്ട്പുട്ടിലുള്ള AC കമ്പോണന്റ് RMS വാല്യൂവും DC കമ്പോണന്റും തമ്മിലുള്ള റേഷ്യോ ആണ് റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ റിപ്പിൾ ഫാക്ടറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് VRMS ഡിവൈഡ് ബൈ VDC ദ ഹോൾ സ്ക്വയർ മൈനസ് 1. ഓക്കെ, VDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DC കമ്പോണന്റ് ആണ്, VRMS ഉദ്ദേശിക്കുന്നത് AC കമ്പോണന്റ് ആണ്. ഓക്കെ, അപ്പോൾ VRMS ഡിവൈഡഡ് ബൈ VDC ദ ഹോൾ സ്ക്വയർ മൈനസ് 1. സോറി, ഇപ്പോൾ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് VRMS ഡിവൈഡഡ് ബൈ VDC ദ ഹോൾ സ്ക്വയർ മൈനസ് 1. ഓക്കെ, റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞത് മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ റൂട്ട് പറഞ്ഞില്ല. ഓക്കെ, റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് VRMS ഡിവൈഡ് ബൈ VDC ദ ഹോൾ സ്ക്വയർ മൈനസ് 1. ഓക്കെ, ആദ്യം പറഞ്ഞത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഇപ്പോൾ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ VRMS ഡിവൈഡഡ് ബൈ VDC ദ ഹോൾ സ്ക്വയർ മൈനസ് 1. ഓക്കെ, അതായത് AC കമ്പോണന്റിന്റെ RMS വാല്യൂ DC കമ്പോണന്റ് തമ്മിലുള്ള റേഷ്യോ ആണ് റിപ്പിൾ ഫാക്ടർ. VRMS ഡിവൈഡ് ബൈ VDC ദ ഹോൾ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ റൂട്ട്. ഓക്കെ, ഇത് നോക്കുക, ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഇനി നമ്മൾ പഠിക്കേണ്ടത് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ എത്രയാണ്, ഫുൾ വേവിന്റെ എത്രയാണ്. ഹാഫ് വേവിന്റെ റിപ്പിൾ ഫാക്ടർ 1.21, ഫുൾ വേവിന്റെ 0.482. ഓക്കെ, 0.482. അപ്പോൾ ഹാഫ് വേവിന്റെ റിപ്പിൾ ഫാക്ടർ 1.21, ഫുൾ വേവിന്റേത് 0.482. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അപ്പോൾ റിപ്പിൾ ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. സ്ക്വയർ റൂട്ട് ഓഫ് VRMS divided by VDC the whole square minus 1. Half wave in the 1.21 ആണ് റിപ്പിൾ ഫാക്ടർ, ഫുൾ വേവ് ഇന്റെ 0.482. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഈസ് rectification efficiency. Rectification efficiency. Symbol eta. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എത്രമാത്രം ഇഫക്റ്റീവ് ആയിട്ട് ഇൻപുട്ടിനെ ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, അതാണ് എഫിഷ്യൻസി. ഓക്കെ, അപ്പോൾ എത്രമാത്രം ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഇൻപുട്ട് കിട്ടുന്നതിനെ ഔട്ട്പുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആയിരിക്കും. ഇനി ഔട്ട്പുട്ടിൽ കിട്ടുന്നത് DC ആണോ AC ആണോ? ഔട്ട്പുട്ടിൽ കിട്ടുന്നത് DC ആണ്, DC ഔട്ട്പുട്ട് ആണ്. ഇൻപുട്ടിൽ കൊടുക്കുന്നത് എന്താണ്? AC ആണ്.
അപ്പോൾ DC ഔട്ട്പുട്ട് ബൈ AC ഇൻപുട്ട്. ഓക്കെ, ഇതായിരിക്കും റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി. അതായത് എപ്പോഴും എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണ്. ഔട്ട്പുട്ടിൽ കിട്ടുന്ന DC ഔട്ട്പുട്ട് ആണ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത് AC ഇൻപുട്ട് ആണ്. ഇനി നമുക്ക് ഇതിന്റെ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസിയുടെ ഡെഫിനിഷനിലേക്കും ഒക്കെ പോവാം. ഓക്കെ, അതിന്റെ സിമ്പല് ഈറ്റയാണ്. ഈറ്റ this rectification efficiency indicate at what percentage AC input is converted into DC output. അപ്പോൾ this rectification efficiency indicates at what percentage AC input is converted into DC output. നമുക്ക് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി തരുന്ന AC എത്ര ഇഫക്റ്റീവ് ആയിട്ടാണ് DC വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതാണ് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ സിമ്പല് ഈറ്റ. Eta is equal to DC power delivered to load divided by AC power from transformer secondary. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ടിൽ കിട്ടുന്ന DC ഡിവൈഡ് ബൈ ഇൻപുട്ട് കൊടുത്ത AC, അതാണ് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി. ഇനി ഹാഫ് വേവിൻ്റെത് 40.6%, 40.6% ഹാഫ് വേവ് റെക്ടിഫയറിന്റെ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി. ഫുൾ വേവിൻ്റെത് 81.2%. ഹാഫ് വേവിന്റെ 40.6ഉം ഫുൾ വേവിന്റേത് 81.2% ആണ് റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി. ഓക്കെ.